എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മണികണ്ഠൻ. എൻ്റെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ KSRTCയിലാണ് വർക്ക് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി യൂണിറ്റിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ആൾക്കാർ സുഹൃത്തുക്കളായിട്ടും മറ്റു പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, KSRTCയിൽ ഇപ്പോൾ എന്താ പുതിയ നിയമനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലേ, എന്താ ഡ്രൈവർമാരെ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവറായി കയറാൻ എന്താണ് വഴി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ചോദിക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവരിലും ഇത് പറഞ്ഞെത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ FBയിൽ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവർക്കത് അറിയാലോ എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. KSRTC പുതിയ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കും എംപ്ലോയ്മെൻറ്റ് മുഖേന ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 ദിവസമായി ഇറങ്ങിയിട്ട് അത് മിക്കവാറും ഒരു 8-10 ദിവസത്തിനുള്ള എല്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർമാർക്കും അത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ നിങ്ങളിൽ ഹെവി ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് അവിടെ എംപ്ലോയ്മെൻറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഹെവി ലൈസൻസ് കൂടെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനുള്ള ലെറ്റർ കിട്ടും. അതേപോലെ കണ്ടക്ടർ ലൈസൻസ് ഉള്ള ആൾക്കാർ കണ്ടക്ടർ ലൈസൻസ് അവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവരോട് പ്രത്യേകം പറഞ്ഞ് അയപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കാരണം ചില സമയത്ത് പണ്ട് അങ്ങനെ അയക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഒന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും അതിൻ്റെ ഇൻ്റർവ്യൂ കാർഡ് കിട്ടും. ആ ഇൻ്റർവ്യൂ എന്നാണോ വരുന്നത് വെച്ചാൽ അന്ന് നിങ്ങൾ കൃത്യമായി എത്തി കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടക്ടറായിട്ട് കയറാൻ പറ്റുന്ന ആൾക്കാർക്ക് കണ്ടക്ടറായിട്ട് കയറാം, ഡ്രൈവർക്കും കണ്ടക്ടറായിട്ട് പറ്റുന്ന കുട്ടികൾക്ക് അങ്ങനെയും കയറാം. ഇതിൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഏകദേശം 1-2 വർഷം അവിടെ ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡ്രൈവർമാർക്കൊക്കെ അവിടുന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് KSRTCയിൽ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ, അതുപോലെ മറ്റുള്ള പല രാജ്യങ്ങളിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്കും അല്ലാതെയുള്ള ഡ്രൈവർമാർക്ക് ഒരുപാട് നല്ല വേക്കൻസികൾ വരുന്നുണ്ട്. നല്ല പാക്കേജൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഈ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത് നന്നാവും. കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഡ്രൈവിംഗ് മേഖലയിൽ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് അങ്ങനെ കിട്ടാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ KSRTCയിലാകുമ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഏകദേശം ഒരു ഡ്യൂട്ടിക്ക് 715 രൂപ നിരക്കിലാണ് അതിൻ്റെ വേജ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ടൈമാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അവിടെ നിന്ന് അവരോട് പറയുക ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കാർഡ് അയക്കണം എന്ന് പറയുക. അവർ ഇൻ്റർവ്യൂ കാർഡ് അയക്കും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലിക്ക് കയറാൻ ശ്രമിക്കുക.